ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിന്റെ മുന്നിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഓരോരോ ഗവൺമെന്റ് ലോ കോളേജിനെ കുറിച്ച് ഞങ്ങൾ ഓരോ വീഡിയോ ചെയ്തിടുമെന്ന്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അടുത്തടുത്ത വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. കോളേജിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് എന്റെ കൂടെ ഉള്ള എന്റെ സുഹൃത്ത് മുനീറും കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും കോളേജിന്റെ അകത്തുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇന്ന് ആക്ച്വലി കോളേജ് നേരത്തെ അവധിയായി. കാരണം ഇവിടെ ഒരു കുട്ടിക്ക് ചിക്കൻ ബോക്സ് വന്നായിരുന്നു ഹോസ്റ്റലിൽ. അപ്പം അത് കാരണമായിട്ട് കോളേജ് ഇപ്പൊ നേരത്തെ തന്നെ അടച്ചു. ഈ മാസം 30-ാം തീയതി ആയിരുന്നു അടയ്ക്കേണ്ടിയിരുന്നത്. ബട്ട് ഇപ്പോൾ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് നേരത്തെ തന്നെ അടച്ചു. കാരണം ഇങ്ങനൊരു സിക്നസ് ഒരു കുട്ടിക്ക് വന്നത് കാരണമായിട്ടാണ് അടയ്ക്കപ്പെട്ടത്. ഓക്കെ, നമ്മളെ ഗവൺമെന്റ് ലോ കോളേജിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെയൊക്കെ കാണിച്ചുതരാം. അതുപോലെ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ജസ്റ്റിസ് ഫാത്തിമ ബീവി, ആദ്യത്തെ സുപ്രീം കോടതി വനിതാ ജഡ്ജ്. അതുപോലെ തന്നെ കെ മാത്യു, ഫോർമർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. അതുപോലെ തന്നെ സിറിയക് ജോസഫ്, അന്ന ചാണ്ടി ഹൈക്കോർട്ട് ജഡ്ജായിരുന്നു. അപ്പോൾ ഇവരൊക്കെയും ജഡ്ജിമാരായിരുന്നു. അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടി ഇവിടെ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പട്ടം താണുപിള്ള മുൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ ഒരുപാട് മന്ത്രിമാരും ഒരുപാട് ഇപ്പം നിലവിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള MLA-മാരടക്കം തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. ഗവൺമെന്റ് ലോ കോളേജിലോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലോ കോളേജ് ഫുൾ അണ്ടർ CCTV പ്രൊട്ടക്ഷനിലാണ്. ഞാനിവിടെ പഠിക്കുന്ന ആ സമയത്തായിരുന്നു, എനിക്ക് തോന്നുന്നു CCTV ക്യാമറ ആ സമയത്താണ് വെച്ച് തുടങ്ങിയത്. അതിന് മുന്നേ അത്ര വലിയ ഡെവലപ്മെന്റ് ഒന്നും മേ ബി ഗവൺമെന്റ് ലോ കോളേജിലോട്ട് വന്നില്ല. ഇന്നിപ്പം 150-ാമത്തെ വർഷത്ത് 151-ാമത്തെ വർഷത്തിൽ ഗവൺമെന്റ് ലോ കോളേജ് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത്രത്തോളം പഴക്കവും പാരമ്പര്യവും പേറുന്ന ഒരു കോളേജാണ് ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം. ഓക്കെ, പിന്നെ ഗവൺമെന്റ് ലോ കോളേജിൽ CCTV-യുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാം, ഇവിടെ മരത്തിൽ നിന്ന് വരെ കണക്ഷൻ കൊടുത്തിട്ടുള്ള CCTV ഒക്കെ ഇവിടെ ഉണ്ട്. ചുമ്മാ കേട്ടോ, ഇത് CCTV ഇവിടെ പൊട്ടിക്കിടന്നത് കുട്ടികളെടുത്ത് ഇത് കണക്ക് കുത്തി നിർത്തി. അത് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് എടുത്ത് കാണിച്ചു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഇവിടെ ഒരു കെട്ടിടം കാണാൻ പറ്റുന്നോ? ഇതാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടം. ബാട്ടൻ സാഹിബിന്റെ കുശിനിപുര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ ആ സെക്രട്ടേറിയറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ പ്ലാൻ തയ്യാറാക്കിയ ആളാണ് ബാട്ടൻ സാഹിബ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുശിനിപ്പുരയായിരുന്നു ഇതായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഇത് ലോ കോളേജൊക്കെ ആക്കി മാറിയത്. ഓക്കെ, കോളേജിന്റെ അകത്തളം, കോളേജിന്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇതാണ് നടുമുറ്റം കോളേജിന്റെ. എന്തൊക്കെയോ പ്രോഗ്രാം നടന്നതിന്റെ അവശേഷിപ്പുകളൊക്കെ ആ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് തോന്നുന്നു കോളേജുകളെ അപേക്ഷിച്ച് എല്ലാ ഗവൺമെന്റ് ലോ കോളേജുകളെ അപേക്ഷിച്ച് എല്ലാ ദിവസവും ഏറ്റവും അധികം പരിപാടികൾ നടക്കുന്ന ഒരു കോളേജും കൂടിയാണ് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ്. ഓക്കെ, നിങ്ങൾക്കൊക്കെയും ലോ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞ് ഗവൺമെന്റ് ലോ കോളേജിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഉത്തരം പറയാൻ കഴിയില്ല ഒരിക്കലും. തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട് 4 ഗവൺമെന്റ് ലോ കോളേജുകളും അതിൻ്റെതായിട്ടുള്ള മികവുകൾ ഉള്ള കോളേജുകളാണ്. 4 ഗവൺമെന്റ് ലോ കോളേജിൽ ഏത് ഗവൺമെന്റ് ലോ കോളേജിൽ കയറിയാലും അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട കോളേജാണ്. കാരണം ഞാൻ പഠിച്ച ക്യാമ്പസാണ്, അതുകൊണ്ടാണ്. ഇതാണ് കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അതിനകത്തായിട്ടാണ് നമ്മുടെ ഓഫീസ്, പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് വരുന്നത്. ഇത് സ്റ്റാഫ് അതായത് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇരിക്കുന്ന ഓഫീസ് ഇവിടെയാണ്. ടീച്ചർമാർക്ക് ഇരിക്കാൻ ഇതിൻ്റെ അപ്പുറത്തായിട്ടുള്ള ബിൽഡിങ്ങിൽ ഒരു സ്റ്റാഫ് റൂമുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടുമൊക്കെ ക്ലാസ്സുകൾ തന്നെയാണുള്ളത്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടീച്ചർമാരുടെ സ്റ്റാഫ് റൂം. ഇതിൻ്റെ അകത്ത് ഇവിടെ സാറന്മാരിരിക്കുന്ന സ്റ്റാഫ് റൂമാണ്. സോ ഇത് ഇത്രയും എല്ലാം സ്റ്റാഫ് റൂമുകൾ തന്നെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഗവൺമെൻറ് ലോ കോളേജിൻ്റെ നടുമുറ്റം നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ആരവവും ബഹളമുള്ള സമയങ്ങളാണ് ഇതൊക്കെ ആക്ച്വലി. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് കോളേജ് അവധിയാണ്, കോളേജ് അടച്ചു. അത് കാരണമായിട്ട് അങ്ങനെ തിരക്കോ ആരവോ ഒന്നും ഇല്ല. ഇതാണ് ഞാൻ പഠിച്ചിരുന്ന എൻ്റെ ക്ലാസ്, ഫൈനൽ 3. നിങ്ങൾക്ക് അകംഭാഗം കാണിച്ചുതരാം. തുറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് പൂട്ടിയിരിക്കുകയാണ്. കോളേജൊക്കെ അടച്ചുകൊണ്ട് എല്ലാം പൂട്ടിയിരിക്കുകയാണ്. വേറെ ദിവസം കോളേജ് ഉള്ള ഒരു ദിവസം നമുക്കിവിടെ വന്ന് കുട്ടികളുമായിട്ടൊക്കെ സംവദിക്കുന്ന ഒരു വീഡിയോ കൂടെ നമുക്ക് എടുക്കാം. ഇതാണ് എൻ്റെ കോളേജിൻ്റെ എൻ്റെ ക്ലാസ്സിൻ്റെ ഉൾഭാഗം. ഇവിടെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഇരുന്ന ക്ലാസ് ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ പിക്ചേഴ്സൊക്കെ കണ്ടായിരുന്നു. ഈ പിക്ചേഴ്സൊക്കെ ഇവിടുത്തെ മുൻ പ്രിൻസിപ്പൾമാരെ പിക്ചേഴ്സാണ് ഈ ഇരിക്കുന്നതൊക്കെ.
ഒരുപാടധികം വിലപിടിപ്പുള്ള പിക്ചേഴ്സ് എന്നാണ് ഇവിടെയുള്ള സാറന്മാരൊക്കെ പറഞ്ഞത്. ബട്ട് ഇത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. ഓക്കെ, നമ്മൾ താഴത്തെ ഭാഗത്തു നിന്ന് കയറി വരുമ്പോൾ താഴത്തെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് ഇരിക്കാൻ കഴിയും. എന്താ ഈ കാണുന്ന ബിൽഡിങ്, ഇതിൻ്റെ അകത്തായിട്ടാണ് ലൈബ്രറി ഉള്ളത്. ഇതിനകത്തേക്കായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലൈബ്രറി കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് ലൈബ്രറി. ഇത് റീഡിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കണ്ടിട്ട് ഇതൊക്കെ ഇവിടുത്തെ പ്രധാന കക്ഷികളാണ്. പോയിട്ട് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ലൈബ്രറി. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ബുക്കുകളുള്ള കേരളത്തിലെ ലൈബ്രറി, നിയമപുസ്തകങ്ങളുള്ള ലൈബ്രറി നമ്മുടെ ഗവൺമെൻറ് ലോ കോളേജിലെ ലൈബ്രറിയാണ് കേട്ടോ. ഓക്കെ, സൽമ നമ്മുടെ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. സൽമ, ഗവൺമെൻറ് ലോ കോളേജിൽ കയറുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? എല്ലാ കുട്ടികളും പ്രധാനമായിട്ട് ഗവൺമെൻറ് ലോ കോളേജ് ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ പോയി. ഇപ്പം അഡ്വക്കാഡമിയാണ്. അഡ്വക്കാഡമി ലോ ആൻഡ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. അഡ്വക്കാഡമിയിൽ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്ന ആ വീഡിയോസ് എല്ലാം പോയി. അത് ഇപ്പം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. ആ ചാനൽ പോയായിരുന്നു. ഓക്കെ, സൽമ ഞാൻ ഇവിടെ ഇറങ്ങാൻ വേണ്ടി നിന്ന സമയത്ത് വന്ന ബാച്ചാണ്. ലാസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് സൽമ ഉണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ഇയർ ആയിട്ട് വന്ന ആളാണ്. സൽമ പറ, ഗവൺമെൻറ് ലോ കോളേജിൽ കയറുന്നതിൻ്റെ കാരണം എന്താണ് കുട്ടികളത്? LLB പഠിക്കാനാണ് കയറുന്നത്. അതിപ്പോൾ പ്രൈവറ്റ് ലോ കോളേജ് ആയിരുന്നാലും കയറാനില്ല. ഗവൺമെന്റ് ലോ കോളേജ് പഠിക്കാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രൈവറ്റ് കോളേജെല്ലാം കണക്കല്ല. നമുക്കിവിടെ ഭയങ്കര ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അല്ല ഒട്ടും സ്ട്രിക്റ്റ് എന്ന സെൻസ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. അതന്നെയാണ് ഇവിടുത്തെ മെയിൻ. ഫ്രീഡം ഉള്ളത് ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ നമുക്ക് എന്താണ് 5-6 ലക്ഷം 7 ലക്ഷം രൂപ എന്തിനാണ് വെറുതെ പ്രൈവറ്റ് ലോ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കണം? അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഗവൺമെന്റ് ലോ കോളേജിൽ നല്ല രീതിയിൽ പഠിച്ചിറങ്ങാൻ കഴിയും. ആസിയ എടുത്തും ചോദിക്കാം. എന്തുകൊണ്ട് ഗവൺമെന്റ് ലോ കോളേജ്? അങ്ങനെ ചോദിച്ചാൽ ഗവൺമെന്റ് ലോ കോളേജിലെ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. അതായത് നമുക്ക് ഈ എന്താ പറയുക ചലഞ്ചസ് ഒക്കെ തരണം ചെയ്ത് എങ്ങനെ നമുക്ക് വലിയ വലിയ നിലകളിൽ എത്താം എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ഗവൺമെന്റ് ലോ കോളേജസ് ആണ്. നമ്മൾ പ്രൈവറ്റ് ലോ കോളേജിനെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ഗവൺമെന്റ് ലോ കോളേജ് എടുക്കണം? പ്രൈവറ്റ് ലോ കോളേജസിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പ്രൈവറ്റ് ലോ കോളേജസിൽ നമുക്കൊരു എന്താ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സ്കൂൾ സിസ്റ്റം പോലെ ആയിരിക്കും. ഒരിക്കലും പ്രൈവറ്റ് ലോ കോളേജിനെ കുറ്റമായിട്ട് പറഞ്ഞൊന്നുമല്ല കേട്ടോ. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും എനിക്കും തോന്നിയിട്ടുണ്ട് ഒരുപാട് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിപ്പം രാഷ്ട്രീയത്തിലായിരുന്നാലും മറ്റ് പല ഭാഗങ്ങളിലായിരുന്നാലും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് LLB സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ അപ്പോഴും കുറേ വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിനിടയിൽ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ LLBക്കാർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. LLB പഠിച്ചിറങ്ങിയ ഒരുപാട് ലീഡേഴ്സ് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലീഡേഴ്സ്. അതുകൊണ്ടാണ് നിങ്ങൾ ഗവൺമെന്റ് ലോ കോളേജിൽ വാ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഗവൺമെന്റ് ലോ കോളേജാണ്. യെസ്. സോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഗവൺമെന്റ് ലോ കോളേജിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക. മുനീറിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇറങ്ങി വന്നു. സത്യത്തിൽ ഗവൺമെന്റ് ലോ കോളേജിൽ സ്റ്റുഡൻസ് എല്ലാവരും ഉള്ള ഒരു ദിവസമാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കേണ്ടിയിരുന്നത്. കാരണം നമ്മൾ അഡ്വക്കാഡമിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങിയ ഒരുപാടധികം സ്റ്റുഡൻസ് ഇവിടെ ഗവൺമെന്റ് ലോ കോളേജിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ സമന്വയിപ്പിച്ചിരുത്തി നിങ്ങളടുത്ത് സംസാരിക്കാമെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ കോളേജ് അടച്ചു. കോളേജിലേക്ക് ഇപ്പം സ്റ്റുഡൻസ് വരുന്നില്ല. സോ നമ്മുടെ അഡ്വക്കാഡമിയിൽ നിന്നും കൂടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനെയൊക്കെ വെച്ചിട്ട് ഒരു ദിവസം ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിനെ കുറിച്ച് കുറച്ചും കൂടെ വലിയ രീതിയിലുള്ളൊരു വ്ളോഗ് ഇടും. നിങ്ങൾക്ക് ഈ വ്ളോഗൊക്കെ കണ്ടിട്ട് ഗവൺമെന്റ് ലോ കോളേജ് കയറണം എന്നുള്ള ആഗ്രഹം വരുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ലോ കോളേജിനെ ഞാൻ കാണിച്ചത്. അതുപോലെ എന്നെ തുടർന്ന് തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട് ഈ 4 ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കുള്ള ഈ 3 ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കുമുള്ള വീഡിയോസ് വീണ്ടും നമ്മുടെ അഡ്വക്കാഡമിയുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ ഗവൺമെന്റ് ലോ കോളേജിൽ കയറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ലോ എൻട്രൻസ് എക്സാം എഴുതുക, അതിൽ റാങ്ക് നേടി ഗവൺമെന്റ് ലോ കോളേജിൽ എത്തുക. സോ നിങ്ങൾ ഗവൺമെന്റ് ലോ കോളേജിൽ കയറണം, ലോ എൻട്രൻസ് എക്സാമിൽ റാങ്ക് നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജുണ്ട്. ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളെ LLB എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.